നമുക്ക് വായനയിലേക്ക് പോവാം. At Bog Hollow in Mondsey, New York, Bill and Louis stayed with Bob and Magvie. ഇത് നമ്മൾ അന്നത്തെ കണ്ടിന്യൂവേഷൻ ആണ്. The tradition of generosity and hospitality with fellowship was already well established in New York area as it had been an Akron. അവിടെയാണ് നമ്മൾ നിർത്തിയത്. The tables were turned. പേജ് നമ്പർ ഒന്ന് പറയാം. 218. At Clinton Street, they had operated a home for homeless recovering. They hoped Alcoholics Anonymous. Now, recovering alcoholics opened their homes to Bill and Louis. The tradition of generosity and hospitality. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അത് തുറന്നു വെച്ചു എന്നുള്ളതാണ്. The tradition of generosity and hospitality within the fellowship was already well established in New York area. ന്യൂയോർക്കിൽ ഓൾറെഡി അത് അക്രോണിലുള്ളതുപോലെ തന്നെ ഇവിടെയും ജനറോസിറ്റി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വായിക്കാൻ തുടങ്ങാം. At Bog Hollow in Mondsey, New York, Bill and Louis stayed with Bob and Magvie in a rambling old farmhouse. ഇവര് താമസം ന്യൂയോർക്കിലേക്ക് മാറ്റി. ബില്ലും ലൂയിയും ബോബിന്റെ കൂടെ, ബോബും മാഗ്വിയും ഒരു ഫാം ഹൗസിലായിരുന്നു താമസം. They had a huge room on the second floor of the Siberian wing of the house. ഒരു വലിയ റൂം ഉണ്ടായിരുന്നു. സൈബീരിയൻ വിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. It was so cold, it was called Upper Siberia. Siberia ഒരു സ്ഥലത്തിന്റെ പേരാണ്. The room below it, Lower Siberia. അപ്പോ വളരെ തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു. മുകളിൽ അപ്പർ സൈബീരിയ എന്നും ചോട്ടിൽ ലോവർ സൈബീരിയ എന്നും അതിന് പേര് നൽകി. Several miles east of Mondsey is Rockland. റോക്ക്ലാൻഡ് അവിടെയായിരുന്നു. കുറെ മൈലുകൾ കിഴക്കോട്ടായിട്ട് റോക്ക്ലാൻഡ് അവിടെയായിരുന്നു സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. ആൻഡ് there in the hospital, we started meetings for alcoholics inmates. അവിടെയാണ് ഡോക്ടർ ബോബ് വി മീറ്റിംഗ്സ് ആൽക്കഹോളിക്സ് ഇൻമേറ്റ്സിന് വേണ്ടി തുടങ്ങിയത്. ഡോക്ടർ റസൽ ഇ ബ്ലേഡ്സ്ഡെൽ, then head of the hospital, was so pleased that a few months later he actually let busloads of committed alcoholics go to AA. ഒരുപാട് മദ്യാസക്തർ ഈ മീറ്റിംഗിലേക്ക് ഇതിലേക്ക് കടന്നു വന്നു. അത് ഈ ഡോക്ടറിന് കാണാൻ പറ്റി. ഡോക്ടർ റസൽ ഇ ബ്ലേഡ്സ്ഡെൽ, ആസ്പത്രിയുടെ ഹെഡായിരുന്ന ആള് വളരെ സന്തോഷിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബസ് കണക്കിന് ആളുകൾ, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ മീറ്റിംഗിലേക്ക് വരാൻ തുടങ്ങി. which by then had been established in South Orange, New Jersey and in New York City. അപ്പോഴേക്കും ഇത് ഒരു സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഈ സൗത്ത് ഓറഞ്ച്, ന്യൂ ജേഴ്സി, പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലും. ഫോർ an asylum superintendent, this was certainly going way out on a limb. Graduates of Rockland State were often housed in Upper and Lower Siberia after the Wilsons left. അപ്പൊ ഇവര് പോയ ശേഷം ഈ അപ്പർ സൈബീരിയ, ലോവർ സൈബീരിയയില് ഈ റോക്ക്ലാൻഡ് എന്ന് വന്ന ആളുകളെ, റോക്ക്ലാൻഡ് ഗ്രാജുവേറ്റ്സ് ഫ്രം റോക്ക്ലാൻഡ് സ്റ്റേറ്റ്, അവരെ അവിടെ ആയിരുന്നു പാർപ്പിച്ചിരുന്നത്. AA continued to grow. A book sold, a member added, a message passed. അങ്ങനെയായിരുന്നു AA വളർന്നത്. ഓരോ പുസ്തകം, അത് ബിഗ് ബുക്ക് തന്നെ ആയിരിക്കും. ബിഗ് ബുക്ക് വിറ്റു, ഓരോ പുസ്തകമായിട്ട് വിറ്റു, ഓരോ മെമ്പറായിട്ട് കൂടി വന്നു, ഓരോ മെസ്സേജുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു. ബട്ട് ദർ വാസ് നോ മണി, നോ പ്രോസ്പെക്ട് ഫോർ മണി, നോ റിയൽ എവിഡൻസ് ദാറ്റ് തിങ്സ് വർ ചേഞ്ചിങ്. ഒന്നും സംഭവിക്കാത്ത മട്ടിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പൈസ ഇല്ലായിരുന്നു. പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയും അവിടെ കണ്ടിരുന്നില്ല. Indeed, all during the summer of 1939, things got steadily worse. എന്നിരുന്നാലും 1939 കാര്യങ്ങൾ വളരെ വഷളായി.
the situation in Europe was darkening daily. യൂറോപ്പിലെ സിറ്റുവേഷൻ ഡെയിലി ഇരുണ്ട് ചെല്ലുകയായിരുന്നു. ഹിറ്റ്ലേഴ്സ് അഗ്രഷൻ വാസ് സ്പ്രെഡിങ്. ഹിറ്റ്ലറുടെ അഗ്രഷൻ, ഹിറ്റ്ലറുടെ പിടിവാദം കൂടിക്കൂടി വരികയായിരുന്നു. വാർ ലുക്ക്ഡ് ഇമിനന്റ്. ഉറപ്പായിട്ടും ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള മട്ടിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അറ്റ് ഹോം അൺഎംപ്ലോയ്മെന്റ് റിമെയിൻഡ് വൈഡ് സ്പ്രെഡ്. ഇവിടെയാണെങ്കിൽ ജോലിയില്ലായ്മ വളരെ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ടൈനി band of sober alcoholics, there was continued financial destitution. മദ്യാസക്തർക്ക് പൈസ ഇല്ലായ്മ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജോലിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജോലിയില്ലായ്മ മദ്യാസക്തരെ വല്ലാതെ ബാധിച്ചു. Their loyalty to one another, to their newfound sobriety and to their leader Bill W. seemed to increase as their circumstances declined. മറ്റ് സാഹചര്യങ്ങൾ താഴോട്ടാണെങ്കിലും ബിൽ ഡബ്ല്യുവിനോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു ലോയൽറ്റി, ഒരു മര്യാദ അവർക്ക് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് എവ്രിവെയർ ത്രൂ ആക്ട്സ് ഓഫ് കമ്മിറ്റ്മെന്റ് ദേ bowed themselves and one another and kept their courage and confidence high. ഈ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിലും അവർ തല ഉയർത്തി പിടിച്ചു. അവര് തമ്മിലുള്ള കൂട്ടായ്മയും വളരെ നന്നായി കെട്ടിപ്പിടിച്ചു എന്ന് തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഒരു വളരെ കമ്മിറ്റഡ് ആയിരുന്നു. അവര് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ധൈര്യം, അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഉയർത്തിപ്പിടിച്ചിരുന്നു. Their courage and confidence were also bolstered daily by the meeting themselves. ഇവര് കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് കൊണ്ട് അവരുടെ ധൈര്യവും അവരുടെ കോൺഫിഡൻസും വർദ്ധിച്ചു. Ruth Hawk described them. They were structured to extent that there was always one speaker and Bill, maybe half an hour each. എപ്പോഴും ബില്ല് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ. അദ്ദേഹം അരമണിക്കൂർ സംസാരിക്കും. ആൻഡ് ദെൻ എ ലോങ് കോഫി സെഷൻ. അതിനുശേഷം ഒരു കാപ്പി കൂടി ഉണ്ടാവും. ആൻഡ് കോഫി സെഷൻ, എ റിയൽ ഗെറ്റ് ടുഗെദർ. അതിനുശേഷം ഒരു കൂട്ടായ്മ, ഒരു നല്ലൊരു കൂട്ടായ്മ. വി വർ ഓഫൺ there till 12 o'clock. Started at 8. 8 മണിക്ക് മീറ്റിംഗ് തുടങ്ങി 12 മണി വരെ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. She also said, at that time, we did not go into step work. ആ സമയത്ത് ഞങ്ങള് പടികളുടെ പ്രവർത്തനത്തിലേക്ക് don't have 90 days requirements. നമ്മൾ ഇന്ന് പറയുന്നത് പോലെ 90 ദിവസത്തെ ആവശ്യകതയെ കുറിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നോ ബർത്ത്ഡേസ്, നമ്മളുടെ ടോക്കൺ വാങ്ങിക്കല്, ബർത്ത്ഡേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. നോ റെക്കഗ്നിഷൻ വാസ് മെയ്ഡ് ഇഫ് യു ആർ സോബർ എ വീക്ക് ഓർ എ ഇയർ. ഒരു കൊല്ലോ ഒരു ആഴ്ചയോ നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഒരു റെക്കഗ്നിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. If you felt you would like to speak in a year or in a month or in 2 weeks, they let you get up and speak. സംസാരിക്കണമെന്ന് തോന്നുന്നവരെ എഴുന്നേറ്റ് നിർത്തി സംസാരിപ്പിക്കും. And they don't throw you out if you got their drunk either. കുടിച്ചിട്ട് പോയാൽ പോലും അവര് പുറത്താക്കിയിരുന്നില്ല. They felt it was encouraging, hoping some word would stick. They felt it was encouraging, hoping some word would stick. എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവും എന്നുള്ളതായിരുന്നു അവർക്ക് തോന്നിയത്. Each time Bill spoke, he had a different approach. ബില്ല് സംസാരിക്കുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്.
വ്യത്യസ്തമായിട്ട് അപ്രോച്ച് ഉണ്ടായിരുന്നത്. There was no പ്രീ-ഫോർമുലേറ്റഡ് മെസ്സേജ്, നേരത്തെ തന്നെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സന്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ടോക്സ് അപ്പേരന്റ്ലി വേരിഡ് ഇൻ ലെങ്ത് ആസ് മച്ച് ആസ് സബ്ജക്ട് മാറ്റർ. അദ്ദേഹത്തിന്റെ ഓരോ ലെക്ചറും അല്ലെങ്കിൽ ഓരോ സംസാരവും മാറിയത് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു. At one meeting, he spoke of Helen W., an early female member whose recent suicide was causing anxiety and deep foreboding throughout the New York membership. ഒരു മീറ്റിംഗിൽ അദ്ദേഹം ഒരു ഹെലൻ ഡബ്ല്യു എന്നുള്ളൊരു സ്ത്രീയുടെ ഒരു ആത്മഹത്യയെ കുറിച്ചായിരുന്നു. അത് അവിടെ എല്ലാവരെയും വളരെ വ്യാകുലതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ന്യൂയോർക്ക് മെമ്പർഷിപ്പിനെയും അത് ബാധിക്കുന്നുണ്ടായിരുന്നു. At that meeting, Bill urged the members not to let their faith be destroyed by the tragedy. ഈ ഒരു സംഭവം അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ബില്ല് പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ ബില്ല് അവരോട് റിക്വസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. Those early meetings saw the introduction of some customs so traditional today that their presence, not to mention their origins, is rarely questioned. അപ്പൊ അന്നത്തെ ആ വളരെ ഏർലി ആയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ ചില കസ്റ്റംസ് ഉണ്ടായിരുന്നു, അത് ഇന്നത്തെ പാരമ്പര്യമായിട്ട് കാണുന്നത്. നോട്ട് ടു മെൻഷൻ ദെയർ ഒറിജിൻസ് ഈസ് റയർലി ക്വസ്റ്റ്യൻഡ്. എങ്ങനെയാണ് എന്താണെന്നുള്ള ആ ക്വസ്റ്റ്യനിങ് ഒന്നും ആരും ചോദിച്ചിരുന്നില്ല. വൺ ഓഫ് ദീസ് വാസ് ദ ഹ്യൂമർ, sometimes back, always deeply empathic. The atmosphere of laughter was a direct legacy of Bill's personality. Humor, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വളരെ തമ്മിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമായിരുന്നു. അറ്റ്മോസ്ഫിയർ അവിടുത്തെ എന്തായിരുന്നു വെച്ചാൽ, laughter was a direct legacy. അതൊരു ലെഗസി ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, പാരമ്പര്യം എന്ന് പറയാം, ആയിരുന്നു ബില്ലിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച്. ഹിസ് ഓൺ ടോക്സ് വർ ഓൾവേസ് ഷോർട്ട്, ത്രൂ വിത്ത് ഹ്യൂമർ. അദ്ദേഹം വളരെ നല്ല ഹാസ്യത്തോടു കൂടി വളരെ ചുരുക്കി സംസാരിച്ചിരുന്നു ബിൽ ഡബ്ല്യു. മച്ച് ഓഫ് ഇറ്റ് സെൽഫ് ഡിപ്രിക്കേറ്റിംഗ്. അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ആയിരുന്നു സംസാരിച്ചിരുന്നത്. ഇത് പറയുന്നത് റൂത്താണ് ഈ ബില്ലിനെ കുറിച്ച് പറയുന്നത്. ഹി കുഡ് ഓൾവേസ് ബ്രിങ് ഓൺ laughter ഔട്ട് ഓഫ് പാത്തോസ്. ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും അദ്ദേഹത്തിന് ഹാസ്യം ഉണർത്താൻ സാധിച്ചിരുന്നു. ദർ വുഡ് ബി ഡീപ് ബെല്ലി ലോഫ്റ്റർ. ഓരോരുത്തരും വയറ് കുലുങ്ങി ചിരിക്കുന്നുണ്ടായിരുന്നു. Another was the way in which members introduced themselves. മറ്റൊന്ന് എന്തായിരുന്നു വെച്ചാൽ, എങ്ങനെയായിരുന്നു ഈ മെമ്പേഴ്സ് ഒക്കെ അവരവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൈ നെയിം ഈസ് ബിൽ ഡബ്ല്യു, ഐ ആം എൻ ആൽക്കഹോളിക്. ആ രീതിയിലായിരുന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ പേര് ബിൽ ഡബ്ല്യു എന്നാണ്, ഞാനൊരു മദ്യാസക്തനാണ്. നെവർ വൺ ടു പാസ് അപ്പ് ആൻ ഇമാജിനേറ്റീവ് ഓർ appropriate idea. Bill probably picked up this custom from the early Oxford group days. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഡേയ്സ് തൊട്ട് തന്നെയുള്ള ഒരു കാര്യമായിരുന്നു ഈ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പൊ വേറെ ഐഡിയാസ് ഒന്നും അവിടെ വന്നില്ല. ഇത് അവിടുന്ന് കടമെടുത്ത ഒരു ഐഡിയ ആയിരുന്നു. When Frank Bushman, who later abandoned such modesty, referred to himself as Frank B. ഫ്രാങ്ക് ബുച്ച്മാൻ, അദ്ദേഹം പിന്നീട് ആ ഒരു താഴ്മയില്ലായ ആയെങ്കിലും അദ്ദേഹം അങ്ങനെയായിരുന്നു പറഞ്ഞത്, ഫ്രാങ്ക് ബി എന്ന് പറയും. അറ്റ് ദി Oxford group meetings Bill and Louis attended during the middle 1930s, members sat in a circle for the sharing sessions.
And they would say, my name is so and so. My name is so and so, to identify themselves. അപ്പൊ അന്ന് നടന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇങ്ങനെയായിരുന്നു. ബില്ലും ലൂയും അറ്റൻഡ് ചെയ്തിട്ടുള്ള മീറ്റിങ്ങുകൾ 1930-കളുടെ മധ്യകാലത്തൊക്കെ. മെമ്പേഴ്സ് വട്ടത്തിലിരിക്കും ഷെയറിംഗ് സെഷൻസിന് വേണ്ടി. എന്നിട്ട് അവർ പറയും എന്റെ പേര് ഇന്നതാണ് എന്നുള്ളത് പറയും. സം AA saws were also used as long ago as the late 1930s. First thing first. ഇന്ന് നമ്മൾ AI ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യത്തെ കാര്യം ആദ്യം. ഈസി ഡസ് ഇറ്റ്, എളുപ്പത്തിൽ ഇത് ചെയ്യാൻ സാധിക്കും. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ജീവിക്കാൻ അനുവദിക്കുക. ഈ തത്വങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നു. ബിക്കോസ് ദീസ് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ബിഗ് ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഓൺ ഫാമിലി ആഫ്റ്റർ വേൾഡ്. ഇവയൊക്കെ അവിടെ ആ ഒരു ചാപ്റ്ററിൽ കണ്ടിരുന്നു. ഫാമിലി ആഫ്റ്റർ വേൾഡ് എന്നുള്ള ബിഗ് ബുക്ക് എന്ന പുസ്തകത്തിൽ ഇതെല്ലാം കണ്ടിരുന്നു. ഇറ്റ്സ് പ്രോബബിൾ ദാറ്റ് the use of the slogans originated with Bill and that he brought them with him from Vermont. അപ്പൊ ഇത് ബില്ലിൽ നിന്നും ഉത്ഭവിച്ച തത്വങ്ങളാണ്. അദ്ദേഹം അത് വെർമോണ്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഓൾഡ് സോസ് വിത്ത് ന്യൂ ടീത്ത്, അതായത് ഓൾഡ് ബോട്ടിൽ, എന്താ ന്യൂ വൈൻ ഇൻ ഓൾഡ് ബോട്ടിൽ എന്നൊക്കെ പറയുന്ന പോലെ ഓൾഡ് സോസ് വിത്ത് ന്യൂ ടീത്ത് എന്ന് പറയുന്നുണ്ട്. പുതിയ പല്ലുകളില്ല, പഴയ സോസ് എന്ന് പറയുന്നത്. In that year of 1939, another personal disappointment was the eviction of Honor Dealers from its offices at 17 William Street in Newark. 1939 ഒരു വ്യക്തിപരമായ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ഒരു നൈരാശ്യം. എന്താണെന്ന് വെച്ചാൽ ഓണർ ഡീലേഴ്സിന് അവിടുന്ന് ഒഴിവാക്കി. 17 വില്യം സ്ട്രീറ്റിൽ നിന്നും ന്യൂയാർക്കിൽ നിന്നും ഒഴിവാക്കി. സിൻസ് 1937 the office had been the de facto headquarters of AA. അത് എയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. where much of the big book had been written. അവിടെയായിരുന്നു ബിഗ് ബുക്ക് കൂടുതലായിട്ടും എഴുതപ്പെട്ടിരുന്നത്. ഈവൻ ദ ലെറ്റർ ഹെഡ് സെഡ് വർക്ക്സ് പബ്ലിഷിംഗ് 17 വില്യം സ്ട്രീറ്റ്. അതിൽ അഡ്രസ് പോലും എഴുതിയിട്ടുണ്ടായിരുന്നു, വർക്ക്സ് പബ്ലിഷിംഗ്. ലെറ്റർ ഹെഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് എ ബിസിനസ് ഓണർ ഡീലേഴ്സ് had never had much of a chance. Bill, Hank and Ruth had spent most of their time and all their energy on the struggling drunks. As a business, honor dealers had never had much of chance. അവർക്കതിൽ വലിയൊരു ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബിസിനസ്സുകാരായിട്ട്. പക്ഷെ ബില്ല്, ഹാങ്ക്, റൂത്ത് അവരുടെ മിക്ക സമയവും അവരുടെ എനർജിയും ഈ കഷ്ടപ്പെടുന്ന മദ്യാസക്തർക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. Now the three of them were obliged to move to still smaller quarters, a tiny office space in same building. അവർക്ക് ഓഫീസ് മാറ്റി എടുക്കേണ്ടി വന്നു. പ്രോബ്ലി കുറച്ചുകൂടെ ചെറിയ സ്ഥലം, സൗകര്യക്കുറവുള്ളത് കൊണ്ട് പറയുന്നതായിരിക്കും. കുറച്ചുകൂടി ഒരു ചെറിയ ഓഫീസിലേക്ക് മാറേണ്ടി വന്നു. A new situation was not much different from the old. പുതിയ സിറ്റുവേഷൻ പഴയതിൽ നിന്നും വലിയ വ്യത്യസ്തമായൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. Somehow we made a small down payment on the rent. പൈസ വാടക കൊടുക്കേണ്ട കാര്യത്തിലാണ് പറയുന്നത്. എങ്ങനെയൊക്കെയോ അപ്പോൾ തന്നെ കുറച്ച് ചെറിയൊരു എമൗണ്ട് പൈസ കൊടുത്തിരുന്നു. Wondering how many months it would be before the sheriff showed up once more. Bill remembered. പൈസ കൊടുത്തിരുന്നു, എപ്പോഴും അത്ഭുതമായിരുന്നു. എന്താ വെച്ചാൽ how many months it would be before the sheriff showed up once more.
ഷെറീഫ് വീണ്ടും വരുമോ എന്നുള്ള ഒരു ആങ്സൈറ്റിയോട് കൂടിയിട്ടായിരുന്നു അവരിരുന്നായിരുന്നത്. ബിൽ ഓർക്കാണ്. ആസ് റൂത്ത് ഡിസ്ക്രൈബ്ഡ് ഇറ്റ്, ഈവൻ ദെൻ I was front man to explain to the superintendent why rent wasn't paid on time. അപ്പൊ റൂത്ത് ഈ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയാണ്. ഇദ്ദേഹമായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത്. റൂത്ത് പറയുന്നത് എന്താ വെച്ചാൽ എന്തുകൊണ്ടായിരുന്നു ഈ പൈസ കൊടുക്കാൻ വൈകുന്നത്, റെന്റ് കൊടുക്കാൻ വൈകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇദ്ദേഹമായിരുന്നു. By late 1939, Bill was becoming convinced that he had to divorce himself from AA activities. 1939 ബിൽ വാസ് ബിക്കമിങ് കൺവിൻസ്ഡ്, അദ്ദേഹത്തെ തന്നെ കൺവിൻസ്ഡ് ആയിരുന്നു AA ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്. വിച്ച് വർ ടേക്കിംഗ് സോ മച്ച് ഓഫ് ഹിസ് ടൈം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ AA ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന്റെ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട്. ദിസ് വാസ് എ പ്രോബ്ലം ദാറ്റ് ഹാഡ് പ്ലഞ്ച്ഡ് ഹിം ഫ്രം ദ beginning of his sobriety and would continue to trouble him for a number of years until he was able to work out a satisfactory compromise between his principles and what, given his special situation, was practical. പ്രായോഗികമായിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എത്ര നേരം എക്ക് വേണ്ടി ചെലവഴിക്കണം, എത്ര എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹി ആൻഡ് ലൂയി ഹാഡ് ടു ലിവ് സംഹൗ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നൗ ദാറ്റ് ഹി വാസ് സോബർ, ഹി വാണ്ടഡ് ഡെസ്പറേറ്റ്ലി ടു അസ്യൂം ഹിസ് പ്രോപ്പർ റോൾ. ഇപ്പോ ബില്ലിപ്പോ സുബോധവാനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നി. ആസ് ഹി സോ ഇറ്റ്, ദാറ്റ് വാസ് ദാറ്റ് ഓഫ് ബ്രെഡ് വിന്നർ. അതായത് അരിഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് പറയുന്നത്. ഇൻ എ ലെറ്റർ ഡേറ്റഡ് November 14, 1939, near the 5th anniversary of Bill's sobriety, the New York members and their spouses sent him a letter of support and encouragement. 1939 November 14 ഏകദേശം ബില്ലിന്റെ 5ാമത്തെ സുബോധം ദിനം ആകുമ്പോൾ ന്യൂയോർക്ക് മെമ്പേഴ്സും അവരുടെ ഫാമിലിയും അവരുടെ ഭാര്യമാരും ഒരു ലെറ്റർ ഓഫ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കത്ത് എഴുതി. വി ഓൾ നോ ദാറ്റ് like the rest of us, you are confronted with the necessity of making a living. ആ കത്ത് ഇതായിരുന്നു: ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത്. And that there are certain obligations in that respect which you have to face. അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ കുറെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അവർ ആ കത്തിൽ സൂചിപ്പിച്ചത്. വി ഫീൽ ദാറ്റ് വി ഓ എ ഡെപ്റ്റ് ടു യു. ഞങ്ങൾ നിങ്ങളോട് കടപ്പാടുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. ഈ കടപ്പാടിനെ പൈസ കൊണ്ടോ വേറൊന്നുകൊണ്ടും അളവ് ചിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഞങ്ങളുടെ ജീവിതം തന്നെ വെച്ച് തന്നെയാണ് ആ നിങ്ങളോടുള്ള കടപ്പാടിനെ ഞങ്ങൾക്ക് അളക്കാൻ പറ്റുള്ളൂ. And therefore, perhaps it is hardly appropriate that we should ask that you continue to make the sacrifices which you have in the past for the benefit of ourselves and others yet unknown. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹാർഡ്ലി അപ്രോപ്രിയേറ്റ്, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യമാണ് അവരിവിടെ പറയുന്നത്. ഞങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി നിങ്ങളെ ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം ചെലവഴിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തെറ്റാണ്. യെറ്റ് വി ആസ്ക് യു ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് പോസിബിൾ ടു ഡു സോ ടു കണ്ടിന്യൂ ഫോർ എ ടൈം വിത്ത് ദ വർക്ക് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ അത്
തുടരാനാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി ഇനിയും നിങ്ങൾ പ്രവർത്തിക്കണം. We feel that the loss of your guidance at the most crucial period in the development of the movement would be nothing less than a major catastrophe. ഒരു വലിയൊരു തകർച്ചയിലേക്ക് പോകും. ഈ സമയത്ത് നിങ്ങൾ ഈ ഞങ്ങൾക്ക് തരുന്ന ഈ ഗൈഡൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വലിയൊരു തകർച്ചയിലേക്ക് പോകും. On our own part, we pledge ourselves to do whatever we can in every way to help you carry the load. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു അവർ പിന്നീട് പറഞ്ഞത്. The letter was signed by more than 50 people. ഈ കത്ത് 50 പേരിൽ കൂടുതൽ ആളുകൾ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ജിം പി, ബർട്ട് ടി, മോർഗൻ ആർ, ടോൺ ബി ആൻഡ് ലിയോനാർഡ് ബി ഹാരിസൺ, എ നോൺ ആൽക്കഹോളിക് who served as a trustee. ഹാരിസൺ നോൺ ആൽക്കഹോളിക് ആയിരുന്നു. മറ്റുള്ളവരെല്ലാം നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ഇവരെല്ലാം അതിൽ സൈൻ ചെയ്തിരുന്നു. മൊറൽ ബൂസ്റ്റർ ദാറ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ. ഇത് ഒരു വല്ലാത്തൊരു പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയിരിക്കാം. ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്വേഡ് ബിൽ ഫ്രം സീക്കിംഗ് എംപ്ലോയ്മെന്റ്. പക്ഷെ അതുകൊണ്ട് ബില്ല് ഒരു ജോലിയുടെ പിന്നാലെ ജോലിയെ തിരക്കി പോകുന്നതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. During all this time, when Bill and Louis had nothing of their own, he was deeply worried about Dr. Bob's financial situation. ഈ സമയത്തും ഡോക്ടർ ബോബിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതിനെ കുറിച്ച് ബില്ലും ലൂയിയും വളരെ വിഷമിച്ചിരുന്നു. In 1939, he sent a letter to Guggenheim Foundation inquiring about a grant. അതൊരു ഫൗണ്ടേഷൻ ആയിരിക്കണം, ഗുഗിൻഹിം ഫൗണ്ടേഷൻ. അവിടുന്ന് ഒരു ഗ്രാന്റ് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു കത്തയച്ചു 1939. നോട്ട് ഫോർ ഹിംസെൽഫ് ബട്ട് ഫോർ ഹിസ് ഫ്രണ്ട്. അത് സ്വന്തം ആവശ്യത്തിനല്ല, ഒരു കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. In describing the great service performed by Dr. Bob, he wrote, ഡോക്ടർ ബോബിന്റെ ഒരു ഉന്നത സേവനം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി, for more than 4 years, without charge to sufferers, without fanfare and almost without funds, Dr. Smith had carried on work among alcoholics. 4 കൊല്ലത്തിൽ കൂടുതലായി പൈസ ഒന്നും വാങ്ങിക്കാതെ ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങളും കിട്ടാതെ ഡോക്ടർ സ്മിത്ത് അദ്ദേഹം മദ്യാസക്തർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. Because of his great amount of voluntary alcoholic work, the doctor has been unable to rebuild his surgical practice. ഈ പ്രവൃത്തിയിൽ അദ്ദേഹം ഈടുപാടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സർജിക്കൽ പ്രാക്ടീസ്, അതായത് അദ്ദേഹത്തിന്റെ മറ്റ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ എന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹത്തിന് അതിൽ വളരാൻ സാധിച്ചിരുന്നില്ല. If he continues work at the present pace, he may lose the remainder of his practice and probably his home. അപ്പൊ ഈ രീതിയിലാണ് അദ്ദേഹം തുടർന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഡോക്ടർ ഈ പ്രാക്ടീസ് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടേക്കും, അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹം നഷ്ടപ്പെട്ടേക്കും. ഒബ്വിയസ്ലി ഹി ഷുഡ് കണ്ടിന്യൂ, ബട്ട് ഹൗ? തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണം, പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. He knows nothing of his approach on his behalf. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയൂല. അതാണ്. Bill was apparently unaware, and he wrote of how accurately, except for minor details, this eloquent plea on his friend's behalf in fact described. ബില്ല് ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിന് പോലും അറിഞ്ഞിരുന്നില്ല എത്രയും വളരെ ഡീപ്പായിട്ട്
എത്ര വളരെ കറക്റ്റായിട്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുവെങ്കിലും അതൊരു വല്ലാത്തൊരു ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഈ ഡോക്ടർ ബോബിന് വേണ്ടി അദ്ദേഹം മുൻപോട്ട് വെച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ. നത്തിങ് എവർ കെയിം ഓഫ് ദി അപ്ലിക്കേഷൻ. ഒരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു സംഭവവും അവർക്ക് ഒന്നും കിട്ടിയില്ല. അതായത് ഈ ഫൗണ്ടേഷൻ, നേരത്തെ പറഞ്ഞ ഈ ഗഗൻ ഹേം ഫൗണ്ടേഷൻ, അവരൊന്നും ഈ കത്തിനൊന്നും മറുപടി അയച്ചില്ല എന്നായിരിക്കണം. എന്നുവെച്ചാൽ അവര് സപ്പോർട്ട് ചെയ്യുന്നത് ആർട്സിനെയാണ്, കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. The letter remains nonetheless as a testament to Bill's constant concern for the welfare of others, often to the detriment of his own. മാത്രമല്ല, ഇത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോ അവര് അതിനെ കൺസിഡർ ചെയ്തില്ല എന്നായിരിക്കണം ഇവിടെ പറയുന്നത്. In 1940, Bill tried to become the wire rope salesman. വയർ റോപ്പിന്റെ കച്ചവടത്തിന് ഇറങ്ങി ബില്ല്, അതിന്റെ സെയിൽസ്മാൻ ആയിട്ട്. എ പൊസിഷൻ ഹി ഒബ്റ്റെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൊറേസ് സി. ആ ജോലി അത് ഹൊറേസ് സീന്റെ ഒരു ഹെൽപ്പോടുകൂടി അത് കിട്ടി. ലൂയി ഡിസ്ക്രൈബ്ഡ് ഹിസ് എഫേർട്സ്. ഓൾ സമ്മർ ബിൽ heroically tried selling wire ropes, although he had no interest in the product and few entries into the maritime and other industries where it was used. അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വിറ്റഴിക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2-3 സ്ഥലങ്ങൾ, മാരിടൈം ആൻഡ് അതർ ഇൻഡസ്ട്രീസ്, ഇത് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കയറി ചെല്ലാൻ പറ്റി. But finally he gave up the position when it became clear he was unsuited to it. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊന്നും അദ്ദേഹത്തിന് ചേർന്ന ഒരു ജോലിയല്ല, അദ്ദേഹത്തിന് പറ്റിയ ഒരു ജോലിയല്ല. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. If it is true that Bill was a genius at endeavors in which his emotions were invested, it may be equally true that he was less than competent at undertakings that did not interest him. If it was true that Bill was a genius at endeavors in which his emotions were invested, അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു വളരെ ജീനിയസ് ആണ് എങ്കിൽ, it may be equally true that he was less than competent. അതേ സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെയുണ്ടോ അവിടെ മാത്രമേ അദ്ദേഹത്തിന് വളരെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ദിസ് ഇൻഡീഡ് അപ്ലൈ ടു ബിൽ ആസ് എ കോൺവെർസേഷണലിസ്റ്റ്. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സംഭാഷണ ശേഷിയെ കുറിച്ച് അത് വളരെ ശരിയാണെന്നാണ് പറയുന്നത്. ഇഫ് ദ സബ്ജക്ട് ഇൻട്രസ്റ്റഡ് ഹിം, ഏത് വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കേണ്ടത് അതിൽ താല്പര്യമുണ്ടെങ്കിൽ, he was an ardent, attentive talker. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടും വളരെ ശക്തമായിട്ടും സംസാരിച്ചിരുന്നു. ആൻഡ് ലിസണർ, സംസാരം മാത്രമല്ല നല്ലൊരു കേൾവിക്കാരനുമായിരുന്നു. ഇഫ് നോട്ട്, അതല്ലെങ്കിൽ, he would stretch, say oh hum, slap his knees, get up and amble away. Recalled a long-time co-worker at the AA ജനറൽ സർവീസ് ഓഫീസ് ഇൻ ന്യൂയോർക്ക്. താല്പര്യമില്ലെങ്കിൽ ആ താല്പര്യമില്ലായ്മ പുറത്തേക്ക് കാണിക്കും എന്നുള്ളതാണ്. എണീറ്റ് പോവും, അല്ലെങ്കിൽ ഈ കോട്ടുവായ് പോലുള്ള കാര്യങ്ങൾ ചെയ്യും, കാല് ഇട്ടടിക്കും എന്നുള്ളതാണ്. ബിൽ വാസ് അക്യൂട്ട്ലി കോൺഷ്യസ്
of the dilemma involved in his own money problem. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. In 1940 letter he wrote, from the beginning we have wrestled with the question of the paid alcoholic worker. 1940 തൊട്ട് തന്നെ പൈസ വാങ്ങിച്ച് ആൽക്കഹോളിക്സിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളായിരിക്കണോ എന്നുള്ളതിനെ കുറിച്ച് വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. He seemed an absolute necessity and probably was that until recently. He seemed an absolute necessity and probably was that until recently. അതൊരു ആവശ്യമാണ് എന്ന് തോന്നിയിരുന്നു. How to make people like myself appear to be voluntary workers. എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ സ്വമേധയായി വർക്ക് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ പറ്റുക. Yet receive their sustenance was the conundrum. അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു വല്ലാത്തൊരു ഒരു കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. Though I rather expected to make AA my life work in just that sense, I have always felt a certain inconsistency about such an arrangement. The idea looked good, but there was always a feeling that the best was not yet. Though I rather expected to make AA my life work, എൻ്റെ ഒരു ജീവിത ജോലിയായിട്ട് തന്നെ ഞാൻ AA കണക്കാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇൻകൺസിസ്റ്റൻസി, അതായത് എപ്പോഴും ഒരു ആട്ടം ഉണ്ടായിരുന്നു. അതിലൊരു നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോക്കുണ്ടായിരുന്നില്ല ആ ഒരു അറേഞ്ച്മെന്റിൽ. ഐഡിയ ഒക്കെ നല്ല ഐഡിയ ആയിരുന്നു, ബട്ട് എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, എന്ത് ഇനി പോരാ ഇനിയാണ് നല്ലത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്താ പറയുക. In early 1941, Bill was still actively looking for a job. അപ്പോൾ ഈ ജോലി പ്രശ്നം വീണ്ടും ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അപ്പോൾ 1941 വീണ്ടും അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. Yet he was still thinking in terms of non-professional volunteer workers for the fellowship. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്വമേധയായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ആളുകളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഹിംസെൽഫ്, അദ്ദേഹവും അതിൽ ഇൻക്ലൂഡാണ്. who was putting in more than full-time hours. ഫുൾ-ടൈം അവറിനെക്കാട്ടിലും കൂടുതലായിട്ടും അതിലേക്ക് സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നു. This was a vexing issue. ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. Two principles seemed to be in direct opposition to each other. രണ്ട് കാര്യങ്ങൾ വിരോധാഭാസം ഉണ്ടായിരുന്നു. രണ്ട് പ്രിൻസിപ്പിൾസ്, രണ്ട് തത്വങ്ങൾ. On the one hand was the need to keep AA non-professional. എനെ ഒരു നോൺ പ്രൊഫഷണലാക്കി തന്നെ കൊണ്ടുപോകാൻ ഉള്ള ഒരു കാര്യവും, പൈസയില്ലാതെ ആ ജോലിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ ഫോർ ദി ലവ് ഓഫ് ഇറ്റ്, അങ്ങനെയുള്ള ഒരു കാര്യവും. ദ റോക്ക് ബോട്ടം ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഫെലോഷിപ്പ് ആൻഡ് ദ റീസൺ ദാറ്റ് ഇറ്റ് വർക്ക് ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, പൈസ അതിൽ കൊണ്ടുവരാതെ എന്തുകൊണ്ടാണ് അത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ കൂട്ടായ്മ എന്നുള്ള ഒരു കാരണം, അത് എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഓൺ ദ അതർ ഹാൻഡ് വാസ് ദ co-founders നീഡ് ഫോർ an income while they worked for the fellowship. ആണെങ്കിൽ തന്നെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി പൈസ വേണം ഈ co-foundersന്. അതിനെന്ത് ചെയ്യും? was desperately need their full-time attention. അവരുടെ മുഴുവൻ സമയത്തിന് വേണ്ടി വേണം, പക്ഷെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ അവർക്ക് പൈസ വേണം എന്നുള്ള ആ ഒരു വിരോധാഭാസം. The satisfactory reconciliation of these two seemingly irreconcilable forces would not be made until some years later. ഈ രണ്ട് കാണപ്പെടുന്ന, ഒരിക്കലും ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ശക്തികളെ
വുഡ് നോട്ട് ബി മെയ്ഡ്, പറ്റില്ലായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് മാറി. ദ വെരി കെയർഫുൾ വേർഡിങ് ഓഫ് ദി എയ്ത്ത് ട്രഡീഷൻ, എയുടെ 8ാം പാരമ്പര്യം വന്നതോടുകൂടി അത് മാറി. സെയിൽസ് ഓഫ് ബിഗ് ബുക്സ്, എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ, വേർ മാർക്കിംഗ് ടൈം ഇൻ സമ്മർ 1939. ബിഗ് ബുക്ക് വിറ്റഴിഞ്ഞു, അത് മാറ്റങ്ങൾ സംഭവിച്ചു. ഈവൻ എ ഫ്യൂ ഗുഡ് റിവ്യൂസ് ഹാഡ് ഷോൺ നോ റിസൾട്ട്സ്. പക്ഷെ അത് റിവ്യൂ പോലും നല്ല ഒരു വിൽപ്പന നടന്നില്ല. സെയിൽ ഓഫ് ബിഗ് ബുക്ക്, എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, വർ മേക്കിംഗ് ടൈം ഇൻ സമ്മർ 1939. പക്ഷെ റിവ്യൂ ഉണ്ടായിട്ടും അത് വിറ്റില്ല. ദ ന്യൂയോർക്ക് ടൈംസ് റിവ്യൂ ഓഫ് ജൂൺ 25 had said the New York Times review of June 25 had said, it's in part, lest this title should arouse the risibles in any reader. Let me state that the general thesis of Alcoholics Anonymous is more soundly based psychologically than any other treatment of the subject I have ever come upon. ആ റിവ്യൂ വളരെ നല്ലൊരു ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നല്ലൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെസ് ദ ടൈറ്റിൽ ഷുഡ് അറൗസ് ദി റിസിബിൾസ് ഓഫ് എനി റീഡർ. ഒരു വായനക്കാരന്റെ മനസ്സിൽ ഉണർത്തുന്ന ഒരു ഇതിനെക്കാളും ഞാനിവിടെ പറയുന്നത് ഒരു ജനറൽ എന്താണെന്ന് വെച്ചാൽ, ആൽക്കഹോളിക്സ് അനോണിമസ് ഈസ് മോർ സൗണ്ട്ലി ബേസ്ഡ് സൈക്കോളജിക്കലി, കുറച്ചുകൂടി മാനസികമായിട്ട് നല്ല രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഓഫ് ദ സബ്ജക്ട്, ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു ചികിത്സയായിരുന്നു മറ്റു ചികിത്സയെക്കാട്ടിലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു. ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോർട്സിക് റിവ്യൂ, which had appeared in religious publications, had read in part. ഇത് വേറൊരു റിവ്യൂവിനെ കുറിച്ച് പറയാണ്. ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോർട്സിക്സ് റിവ്യൂ. This extraordinary book deserves the careful attention of anyone interested in the problem of alcoholism. മദ്യാസക്തി ഒരു പ്രശ്നമായിട്ടുള്ള ഏതൊരുത്തന്റെയും ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്. വെദർ ആസ് വിക്ടിംസ്, ഫ്രണ്ട്സ് ഓഫ് വിക്ടിംസ്, ഫിസിഷ്യൻസ്, ക്ലർജിമെൻ, സൈക്യാട്രിസ്റ്റ് ഓർ സോഷ്യൽ വർക്കേഴ്സ്, എന്തോ ആവട്ടെ, ഇവര് ബാധിക്കപ്പെട്ടവരായാലും ശരി, അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടവരുടെ കൂട്ടുകാരായാലും ശരി, ഡോക്ടർമാരായാലും ശരി, ക്ലർജി പുരോഹിതന്മാരായാലും ശരി, സൈക്യാട്രിസ്റ്റ് മനോരോഗ വിദഗ്ധരായാലും ശരി, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരായാലും ശരി, there are many such. This book will give them as no other treatise the alcoholic faces. ഈ പുസ്തകം കൊടുക്കുന്ന ഒരു 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 ഈ പുസ്തകം കൊടുക്കുന്ന ഒരു ഇതിനുള്ള ഒരു സൊല്യൂഷൻ മറ്റേതും കൊടുക്കില്ല എന്നുള്ള ഒരു റിവ്യൂ ആയിരുന്നു. No other treatise known to this reviewer will. This book will give them as no other treatise known to this reviewer will. അതായത് ഈ റിവ്യൂവർ എഴുതിയ ആൾക്ക് അറിഞ്ഞ ആ ഒരു പരിധി വരെ ഇല്ല എന്നാണ് പറയുന്നത്. An inside view of the problem which alcoholic faces. അതിന്റെ ഉള്ളിലുള്ള ഒരു മദ്യാസക്തന്റെ വിഷമത്തെ മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു അത്. ഗോത്തിക് cathedral windows are not the sole things which can be truly seen only from within. മതപരമായിട്ടുള്ള ഇതാണ് പറയുന്നത്, അത് മാത്രം പോരാ എന്നുള്ളതാണ്. ആൽക്കഹോളിസം ഈസ് അനദർ. മദ്യാസക്തി എന്ന് പറയുന്നത് അത് വേറൊരു കാര്യമാണ്. All outside views are clouded and unsure. Only one who has been an alcoholic and has escaped the thraldom can interpret the experience. അനുഭവം കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. All outside views are clouded and unsure.
അതല്ലാതെ അനുഭവം ഇല്ലാത്ത ആളുകളുടെ കാഴ്ചപ്പാട് വളരെ അത്ര ഒരു നല്ലൊരു ഷുവറിറ്റി ഉള്ളതായിരിക്കില്ല. അതിൽ ഒരുപാട് ഒരുപാട് മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. അതായത് ഒരു ക്ലിയർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ചാർലി ടൗൺസ്, staunch supporter and confident creditor, had, in Bill's words, been raising heaven and earth to get publicity for us and had succeeded. ചാർലി ടൗൺസ്, ബില്ലിന്റെ ഒരു കൂട്ടുകാരൻ, നമുക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റി ചെയ്ത് അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. He had told the AA story to Maurice Macri. കഥയെക്കുറിച്ച് അദ്ദേഹം മോറിസ് മേക്കറിയോട് പറഞ്ഞു. ഒരു റൈറ്റർ who took it to Fulton Alderseller, at that time editor of Liberty magazine. വലിയൊരു ലിബർട്ടി മാഗസീനിന്റെ ഒരു എഡിറ്ററുടെ അടുത്തേക്ക് അത് കൊണ്ടുപോയി അത് പരിചയപ്പെടുത്തി. എ പോപ്പുലർ നാഷണൽ വീക്ക്ലി. ലിബർട്ടി മാഗസീൻ നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട്. ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നാഷണൽ വീക്ക്ലി ആയിരുന്നു. Alderseller later became well known as an author of the best-selling religious books, the most famous of which was The Great Story Even Told. അദ്ദേഹം ഈ ഫോൾട്ടൺ ഓവർസെല്ലറിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പിന്നീട് വലിയ വലിയ പുസ്തകങ്ങളുടെയൊക്കെ ഓതറായി മാറി എന്നുള്ളതാണ്. അത് ദ ഗ്രേറ്റ് സ്റ്റോറി എവർ ടോൾഡ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമായിരുന്നു. Alderseller accepted an AA piece by Macri entitled Alcoholics and God. അദ്ദേഹം ഒരു പുസ്തകം അക്സെപ്റ്റ് ചെയ്തു. പുസ്തകത്തിന്റെ പേര് Alcoholics and God. The title caused Bill some apprehension. ബില്ലിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഈ തലക്കെട്ടിനോട്. This piece was scheduled to appear in the September 30, 1939 issue. ഈ ഒരു പീസ് സെപ്റ്റംബർ 30 ഇഷ്യൂവിൽ വരേണ്ടതായിരുന്നു. That meant Bill calculated it would be October before they could expect any book orders on the strength of the piece. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനത്തില് ബില്ലിന്റെ കണക്കുകൂട്ടല് ഒക്ടോബർ ആകുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഇതൊന്ന് കിട്ടാവുന്നത് കിട്ടും എന്നുള്ളതാണ്. Meantime, they simply had to have money to pay their creditors. ഇതിനിടയ്ക്ക് അവർ കടമ മേടിച്ചിട്ടുള്ളവർക്ക് പൈസ കൊടുക്കേണ്ട പൈസ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ടു പേ ദിയർ റെന്റ്, വാടക കൊടുക്കേണ്ട പൈസ ന്യൂയോർക്കില്, ആൻഡ് ടു പേ റൂത്ത് ഹോക്ക്. അപ്പൊ ആ റൂത്ത് ഹോക്ക് എന്നുള്ള അവർക്ക് കൊടുക്കണം. ഈ പൈസ മാത്രമേ ആവശ്യമുള്ളൂ. Who had been working for months for no worthless works. അവര് മാസങ്ങളായിട്ട് പൈസയൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. പബ്ലിഷിംഗ് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ് പബ്ലിഷ് ചെയ്തുകൊണ്ട് അവർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബർട്ട് ടി of the Fifth Avenue tailoring establishment where early meetings were held. ബർട്ട് ടി എന്ന് പറയുന്ന ഒരാൾ now transacted a piece of business that was the characteristic of the spirit of the group. It was the sort of gesture that kept him going to the face of seemingly insurmountable odds, but undertook the task of borrowing $1,000 to keep AA afloat. The only acceptable collateral he had to offer was his own elegant tailoring business, and he put it at risk. AA now had the $1,000 it need to keep it afloat for yet another moment. അപ്പൊ ഈ ബർട്ട് ടി എന്ന് പറഞ്ഞ അയാളുടെ ടൈലറിംഗ് ഷോപ്പ് വരെ അദ്ദേഹം അടമാനം വെക്കുകയുണ്ടായി. അതിനെ വെച്ച് എയെ നിലനിർത്താൻ വേണ്ടി ഒരു $1,000 കിട്ടാൻ വേണ്ടി അദ്ദേഹം അത്രയും
അദ്ദേഹം ചെയ്തത് ആ ബിസിനസ് പോലും അദ്ദേഹത്തിന്റെ ഈ ടൈലറിംഗ് ബിസിനസിനെ പോലും അദ്ദേഹം വിറ്റു എന്നാ പറയുന്നത്. The Liberty article inspired the sale of several hundred big books at the full retail price of $350. $3.50 വിലയുള്ള ആ ബിഗ് ബുക്ക് ലിബർട്ടി ആർട്ടിക്കിൾ ഇൻസ്പയർഡ് ദ സെയിൽ ഓഫ് സെവറൽ ഹൺഡ്രഡ്. കുറെ ബുക്കുകൾ വിൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. And set the tiny New York office to work answering 800 urgent pleas for help from desperate people around the country. മദ്യാസക്തിയുടെ പ്രശ്നങ്ങളുമായിട്ട് ഒരു 800 വിളികളെ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ബിഗ് ബുക്കിന്റെ സെയിൽ $3.50 വിറ്റത് കൊണ്ട് കിട്ടിയത്. പബ്ലിസിറ്റി അറ്റ് ദ ലോക്കൽ ലെവൽ ഓൾസോ പ്രൂവ്ഡ് എഫക്റ്റീവ്. ലോക്കലായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയും നല്ല എഫക്റ്റീവായി. ഇൻ ദി autumn of 1939, Clarence S., who had started a group in Cleveland in May of that year, persuaded a writer named Elric B. Davis to Cleveland Plain Dealer. They were run in prominent space and were supported with pro-AA editorials. അപ്പോൾ അദ്ദേഹം ഈ ഒരു ക്ലീവ്ലാൻഡ് പ്ലെയിൻ ഡീലർ എന്ന് പറഞ്ഞ ഒരു ഇതിൽ കൂടെ ഈ എഐനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. പ്രോ എ എഡിറ്റോറിയൽസ്, എ സഹായിക്കുന്ന എഡിറ്റോറിയൽസ്. ആസ് ബിൽ ഡിസ്ക്രൈബ്ഡ് ദി സീരീസ് ഇൻ എഫിഷ്യന്റ് ദ പ്ലെയിൻ ഡീലർ വാസ് സെയിങ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇസ് ഗുഡ്. വളരെ ചുരുക്കി പറയുന്നുണ്ടായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസ് നല്ലതാണ് എന്ന് ആ എഡിറ്റോറിയൽ പറയുന്നുണ്ടായിരുന്നു. In effect, the plain dealer was saying Alcoholics Anonymous is good and it works. അത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. Come and get it. വരൂ, വന്ന് അത് ലഭിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് ആ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. Hundreds did by the following year. നൂറുകണക്കിന് ആളുകൾ അത് ചെയ്തു വന്നു. The city had 20 to 30 groups and several hundred members. അതിലുണ്ടായതാണ് 10-20-30 ഗ്രൂപ്പുകൾ ഉണ്ടായി ആ സിറ്റിയിൽ. കുറെ നൂറുകണക്കിന് ആളുകൾ ജോയിൻ ചെയ്തു. സെറ്റ് ബിൽ. The results were so good and AA's membership elsewhere so small that many a Clevelander really thought AA had started there in the first place. അപ്പൊ അത്രയും പെട്ടെന്ന് ആളുകൾ കൂടി നൂറുകണക്കിന് ആളുകൾ വന്നതുകൊണ്ട് ചിലവർ വിശ്വസിച്ചു പോയി ക്ലീവ്ലാൻഡിലാണോ ആദ്യം തുടങ്ങിയത് എന്ന് പോലും വിശ്വസിച്ചു പോയി. The problem that surfaced in connection with the spread of the fellowship were legion. Many of them arose simply from the newness of the situation. അത് പ്രശ്നങ്ങൾ ഇങ്ങനെയായിരുന്നു, പുതിയ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. A 1939 letter from Bill to Earl T., a Chicago member, indicates just a few of the difficulties that confronted the AA pioneers. ബില്ലിന്റെ ഒരു കത്തില് അത് കാണാമായിരുന്നു. ഒരു ഷിക്കാഗോ മെമ്പറിനുള്ള ഒരു കത്തില് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഈ തുടക്കക്കാരെ അനുഭവിച്ചത്. It's a great thing to be able to sit down and write to you just as though you were an old friend. And it gives me a mighty cheerful feeling to hear about your doings in Chicago. ഇദ്ദേഹം ഷിക്കാഗോയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ അനുമോദിച്ചുകൊണ്ടാണ് ആ കത്ത് എഴുതിയത്. വളരെ ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് എഴുതിയത്. അദ്ദേഹം ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നുള്ളത്. ഇറ്റ് ഈസ് യൂഷ്വലി എ ബിഗ് ജോബ്, ഇൻഫാക്ട് എ ഹെൽ ഓഫ് എ ജോബ്. ഇതൊരു ശരിക്കും ഒരു വലിയൊരു ജോലിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ടു ഗെറ്റ് എ ഗ്രൂപ്പ് ഫങ്ഷനിങ് ഇൻ എ ന്യൂ ലൊക്കാലിറ്റി. പുതിയ സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട്
once you have 8 or 10 really on the ball, things go faster and much easier. ഒരു 8-10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് വളരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. Our experience show that we cannot in the beginning walk into public hospitals or snatch luscious off the street willy-nilly and have much but a big headache. അത്ര എളുപ്പത്തിൽ ആളുകളെ കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അനുഭവത്തിൽ പറയുന്നത്. It is very easy in this way to attract a big following of panhandlers and mentally defective people. Surely they are all as important in God's sight as any of the rest of us. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള പ്രശ്നക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ്. ദേ ആർ ഓൾ ദൈവത്തിന് എത്രത്തോളം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവര് ആവശ്യമാണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് us, നമ്മളെല്ലാവരും, ദേ ഹാവ് ജസ്റ്റ് ഹാഡ് എ ടഫർ ബ്രേക്ക്. ഒരു വളരെ കഷ്ടപ്പാടിലാണ് ആയിട്ടുള്ളത്. ആൻഡ് വി ആർ ഫൈൻഡിങ് ദാറ്റ് ലേറ്റർ ഓൺ when a group gets size and power, quite a number of such individuals can be assimilated. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതോടുകൂടി അങ്ങനെയുള്ള ആളുകളെ അതിലേക്ക് ഇഴുകി ചേർത്താൻ സാധിക്കും. ആൻഡ് ദോസ് ഹു കാൺട്ട് ഓർ വോണ്ട് fall away quickly. പറ്റാത്തവർ വിട്ടുപോവുകയും. ബട്ട് ഇഫ് യു get too many of them at the beginning, you are likely to find that your home becomes a drinking club, a hospital, a bank or a nursery. അപ്പോൾ ഒരു നിയന്ത്രിച്ച് പോകേണ്ട കാര്യം അതിനെക്കുറിച്ച് പറയാണ്. ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുടിക്കുന്ന സ്ഥലമായിട്ട് മാറും, ക്ലബ് പോലെ ആവും. വി ഓൾ വോണ്ട് റിസൾട്ട്സ്. നമ്മൾക്ക് എല്ലാവർക്കും റിസൾട്ട് ആവശ്യമാണ് തീർച്ചയായിട്ടും. ആൻഡ് ഷുവർലി ദാറ്റ് റിക്വയർസ് we first get hold of the people who can and want to stop right now, giving such persons maximum attention. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പോ ഉടനെ തന്നെ ഈ പരിപാടി എനിക്ക് കിട്ടണം, എനിക്ക് കുടി നിർത്താൻ ഒരു ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ നമ്മൾ മാക്സിമം അവരെ അറ്റൻഡ് ചെയ്യണം. ആൻഡ് ദ മിനിമം ടു ദോസ് കോൺട്രാമൈൻഡഡ്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്. സോ വി ട്രൈ വെരി ഹാർഡ് ടു ലേൺ വാട്ട് വി ക്യാൻ ഓഫ് എ കേസ് ബിഫോർ ടാക്ലിംഗ് ഹിം. സോ അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും എങ്ങനെയാണ് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്താണ് എങ്ങനെയാണ് അത് മുന്നോട്ട് വളരെ ഹാർഡായിട്ടുള്ളവരെ പോലും ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. Does the candidate want to stop badly and is he mentally sound aside from his alcoholism? അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ളൊരു ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മെന്റലി ആള് സൗണ്ടാണോ, മദ്യാസക്തി എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെന്റലി സൗണ്ടാണോ എന്നത്. അഫ്കോഴ്സ് ദർ ഈസ് നോ റൂൾ അബൌട്ട് ദീസ് മാറ്റേഴ്സ്. ഇതിനൊന്നൊരു പ്രത്യേകിച്ച് ഒരു റൂളൊന്നുമില്ല ഇതിനു വേണ്ടിയിട്ട്. പീപ്പിൾ ഹു ലുക്ക് സ്ട്രോങ് സംടൈംസ് ടേൺ ഔട്ട് ബാഡ്ലി. ചില സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ആളുകൾ മോശമായി കാണപ്പെടാം. ആൻഡ് വീക്ക് സിസ്റ്റേഴ്സ് ഒക്കേഷണലി മേക്ക് ദ ഗ്രേഡ് വിത്ത് എ ബാങ്. ചില സമയത്ത് വീക്കായിട്ടുള്ളവര് നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും എന്നതാണ്. എബോവ് ഓൾ, ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ് ഇഫ് ദ ഗോയിങ് ഈസ് സ്ലോ അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ പോക്ക് വളരെ മെല്ലെയാണെങ്കിലും നിരാശപ്പെടാതിരിക്കുക. ദാറ്റ് സീംസ് ടു ബി ദ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ അലോങ് ദിസ് ലൈൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഠനമാണ്. ഈ ലൈനിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവിടെയാണ് കാണാൻ. The summer I worked in Akron with Doc Smith, we tore about frantically and only bagged two who made the grade, Ernie G and Bill D. ഇദ്ദേഹം പറയാണ്, അക്രോണിലും ജോലി ചെയ്യുമ്പോൾ ഡോക് സ്മിത്തും ഇദ്ദേഹവും കൂടി വർക്ക് ചെയ്യുമ്പോൾ 2 പേര് മാത്രമേ അവർക്ക് കിട്ടി. അത് ഒന്ന് ഹെൻറി ജി, പിന്നെ ബിൽ ജി. ഓക്കെ,
നമുക്ക് ഇവിടെ നിർത്താം. 226 പേജിൽ. ഓക്കെ, ഇന്നിപ്പോ സമയമായി അല്ലേ? ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. 226